മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തന്റെ ഖൗം, തന്റെ ജനങ്ങൾ ഖുറൈശികൾ വിശ്വസിക്കാത്തതോർത്ത് വളരെയധികം മനപ്രയാസമുണ്ടായി. അല്ലാഹു തആല പറയുന്നു, ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്, അവർക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് താങ്കൾ മരിച്ചു പോകരുത്. അത്രമാത്രം തന്റെ ജനങ്ങൾ, തന്റെ കുടുംബം, തന്റെ നാട്ടുകാർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ശരിയായ ദീനിലേക്ക്, തൗഹീദിലേക്ക് വരുന്നില്ല എന്ന് കണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി ദുഃഖിച്ചിരുന്നു. അതുപോലെയാണ് സ്വാലിഹ്യങ്ങളായ മനുഷ്യരെല്ലാം, അമ്പിയാക്കളും അവരുടെ അനുയായികളും അവരുടെ മാർഗത്തിൽ ജീവിക്കുന്നവരെല്ലാം ഈ ചിന്താഗതിക്കാരായിരിക്കും, സ്വാർത്ഥന്മാരായിരിക്കുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് വെറുതെ ഇരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രബോധനം നടത്തുന്ന കാലം, പരസ്യമായി ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കാത്ത കാലം, അന്ന് അദ്ദേഹം നടത്തിയ ദഅവത്തിന്റെ ഫലമായി അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള 10 പേർ, അവരിൽ 6 പേരും അദ്ദേഹം വഴിയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്, ദീൻ സ്വീകരിച്ചത്. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ആവേശം എത്രമാത്രം ഉണ്ടായിരുന്നു. ശത്രുക്കൾ പരസ്യമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് വിലക്കിയിട്ടുള്ള കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും രഹസ്യമായിട്ടാണ് ദഅവത്ത് നടത്തുന്നത്. അക്കാലത്ത് അദ്ദേഹം കഴിയുന്നത് പോലെ ആളുകൾക്ക് ഈ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ഈ 6 പേരും പിന്നീട് നിരവധി ആളുകൾ അദ്ദേഹം കാരണം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ ഖലീഫ, അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭം അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി അദ്ദേഹത്തെ കുത്തി, അങ്ങനെ ആ പരിക്കുമായി രക്തം വാർന്ന് മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ മറക്കരുത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ്, അവരെ അള്ളാഹുവിന്റെ ദീനിന്റെ നെടുന്തൂണായിട്ടുള്ള ഈ നമസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അസ്സലാ അസ്സലാ ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ ദയ്യ അസ്സലാ, നമസ്കാരം പാഴാക്കുന്നവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നേരത്തെ നമസ്കരിക്കാതെ, ജമാഅത്ത് ഒഴിവാക്കി, ഖുശൂ ഇല്ലാതെ ഇങ്ങനെ നമസ്കാരം നിസ്സാരമായി കാണുന്നവർ, മക്കൾ നമസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കാത്തവർ, അവർക്ക് അവരുടെ ആ വീഴ്ചയുടെ അളവിനനുസരിച്ച് ഇസ്ലാമിലുള്ള അവരുടെ ഓഹരി കുറഞ്ഞുകൊണ്ടിരിക്കും. തീരെ നമസ്കാരം ഉപേക്ഷിച്ചാൽ ലാ ഹദ്ദ ലഹു ഫിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ പിന്നെ ഒന്നുമില്ല, അവൻ മുസ്ലിമേ അല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗം, അദ്ദേഹം അർപ്പിച്ച സംഭാവനകൾ നമുക്കറിയാവുന്നതാണ്. ഒരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യത്തിന് വാഹനങ്ങളില്ല, ആവശ്യത്തിന് യാത്രക്കുള്ള വിഭവങ്ങളില്ല. അവിടുന്ന് ഇത് അറിയിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 10,000 ദീനാറും 300 ഒട്ടകങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. അവിടുന്ന് പറയുകയുണ്ടായി, മാ ദറ ഉസ്മാൻ മാ ഫഅല ബഅദൽ യൗം, ഇനി ഉസ്മാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അദ്ദേഹത്തിനൊരു അപകടവും വരികയില്ല. കാരണം അത്രമാത്രം ആവശ്യമുള്ള സമയത്ത് അള്ളാഹുവിന്റെ ദീനിന് ഇത്ര വലിയൊരു സംഭാവന അദ്ദേഹം ചെയ്തു. ഇങ്ങനെയായിരുന്നു എല്ലാ സഹാബത്തും. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. തന്റെ ഖബീലയായ ഗിഫാർ ഗോത്രത്തിന്റെ അടുത്തേക്ക് പോയി അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ആ ഗോത്രം മുഴുവൻ മുസ്ലിമീങ്ങളായി. അവരുടെ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ഖബീല, അസ്ലം എന്ന് പറയുന്ന ഖബീല, അവരും ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഈ 2 ഖബീലകളുമായി കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗിഫാറുൻ ഗഫറല്ലാഹു ലഹാ വ അസ്ലമുൻ സാലമഹല്ലാഹ്, ഗിഫാർ ഗോത്രത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അസ്ലം ഗോത്രത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുമായി അള്ളാഹു പിന്നെ അദാബില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, തൗഹീദ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കൂടെ മറ്റു മനുഷ്യരും കൂടി പരലോകത്ത് രക്ഷപ്പെടണം എന്ന താല്പര്യത്തോടുകൂടി അവർ ചെയ്ത ത്യാഗങ്ങൾ, പരിശ്രമങ്ങൾ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കടന്നു വന്ന സമയത്ത് എന്നെ ആളുകൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഇസ്ലാമിന്റെ ദഅവത്തുമായി വന്ന മുസ്അബ് ഇബ്നു ഉമൈർ, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, ഇങ്ങനെയുള്ള മദീനക്കാരും അതുപോലെ മക്കയിൽ നിന്ന് വന്നവരുമായ സഹാബത്ത് അവർ അവിടെ ദഅവത്ത് നടത്തുമായിരുന്നു, ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി, അദ്ദേഹത്തോട് ഖുർആൻ ഓതാൻ പറഞ്ഞു. അദ്ദേഹം ഖുർആൻ ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അവിടുന്ന് സയ്യിദ് ഇബ്നു സാബിത്തിനോട് പറഞ്ഞു, തഅല്ലം കിതാബൽ യഹൂദ്, യഹൂദികളുടെ ഭാഷ നീ പഠിക്കണം.
ഫഇന്നി ലാ ആമനുഹും അലാ കിതാബിന, കാരണം അവരുമായി യഹൂദികളായ നേതാക്കന്മാരുമായി കത്തടപാടുകൾ നടത്തുമ്പോൾ അവർ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചാൽ അവരെന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അവരുടെ ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, 15 രാവ് കഴിഞ്ഞു പോയിട്ടില്ല, 15 ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഞാൻ ആ ഭാഷ പഠിക്കുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം ഫകുന്തു അക്തുബു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖറഉ കുതുബഹും ഇലൈഹി, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുകൾ, അവർക്കുള്ള കത്തുകൾ ഞാൻ എഴുതും, അവരിങ്ങോട്ട് അയക്കുന്ന കത്തുകൾ ഞാൻ വായിച്ച് പരിഭാഷപ്പെടുത്തി കൊടുക്കും. അപ്പൊ ദീനിനു വേണ്ടി, ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി, ദഅവത്തിന് വേണ്ടി ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം 15 ദിവസം, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ഭാഷ പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കി. അത് എഴുതാൻ സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹം ആ ഭാഷ പഠിച്ചു. ഇങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ നമുക്ക് സ്വഹാബത്തിന്റെയും അതിനുശേഷമുള്ള സ്വാലിഹ്യങ്ങളായ മുഅ്മിനീങ്ങളുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനിന് എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പദ്ധതിയായിരിക്കണം. അതിന് വളരെ വിശാലമായ മേഖലകളുണ്ട്. ദീനിന് സംഭാവനകൾ ചെയ്യുക, ദീനിന് സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് താടി വച്ചവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉത്തരവാദിത്തമല്ല. നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിനും അതുപോലെ മുസ്ലിമീങ്ങൾക്കും വേണ്ടി സാധിക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ ചെയ്യുക. ഈ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അതിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്നവർ, ഇൽമുള്ളവർ ആ വഴിക്കുള്ള പരിശ്രമങ്ങൾ നടത്തുക. എഴുതാൻ സാധിക്കുന്നവർ എഴുതുക, സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിക്കുക. അതല്ല, ഇങ്ങനെ പരിശ്രമിക്കുന്നവരെ സഹായിക്കാൻ പറ്റുന്നവർ അവനവനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു മകനെ അല്ലെങ്കിൽ മകളെ ദീൻ പഠിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിന് സംഭാവന ചെയ്യുന്ന രീതിയിൽ വളർന്നു വരാൻ നമുക്ക് പറഞ്ഞേക്കാൻ സാധിക്കുമെങ്കിൽ, അതിന് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ സംഭാവനയാണ്. സാധുക്കളായ ആളുകൾക്ക് സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ദീൻ സ്വീകരിച്ച ആളുകൾ അവർ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അവിവാഹിതരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാക്കിക്കൊടുത്ത് അവരുടെ ദീനിനെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ നന്നാക്കാൻ സാധിക്കുമെങ്കിൽ, ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന, മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഒരു വിഷയമായി, നമ്മുടെ ഒരു പ്രശ്നമായി നമ്മൾ കൊണ്ടു നടക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ അമ്പിയാക്കളുടെ മാർഗത്തിലാണ്, സഹാബത്തിന്റെ മാർഗത്തിലാണ് എന്ന് അവകാശപ്പെടുന്നതിന് അർത്ഥമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ദീനിന്റെ സേവകന്മാരാക്കി മാറ്റുമാറാകട്ടെ.